ഓഫ്ലാൻഡറിൻ്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് കഞ്ഞി വെക്കാൻ പോകുന്ന വീഡിയോ ഉണ്ടോ നിങ്ങളിന്ന് കാണുന്നത്. കഞ്ഞി വെക്കുന്നതിനായി നമ്മൾ 1 ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് കേട്ടോ. 1 ഗ്ലാസ് എടുക്കാൻ കാരണം വൈകിട്ടത്തേക്കും കൂടി ഉള്ള അരിയാണ് കേട്ടോ ഞാൻ എടുത്തേക്കുന്നത്. ഒരാളുണ്ടെങ്കിൽ ഇത്രയൊക്കെ എടുത്താൽ മതി, 2 നേരത്തേക്ക്, അല്ലെങ്കിൽ ഇതിൻ്റെ പകുതി എടുത്താൽ മതി കേട്ടോ. 1 നേരത്തേക്കാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെങ്കിൽ. അപ്പോൾ രാവിലത്തേക്ക്, ഉച്ചക്കത്തേക്കും വൈകിട്ടത്തേക്കും കൂടി ഉള്ളതാണ് ഞാനിപ്പോൾ എടുത്തേക്കുന്നത്. ഇത് നന്നായിട്ട് നമ്മൾ കഴുകിയെടുക്കണം. ഒരു 4 വട്ടമെങ്കിലും കഴുകിയെടുക്കാം. ഗൈസ്, നമ്മളങ്ങനെ അരി കഴുകിയെടുത്തിട്ടുണ്ട് നന്നായിട്ട്. ഒരു 4 വട്ടം കഴുകിയിട്ടുണ്ട്. കഴുകി നമ്മളത് കുക്കറിലോട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഞാനിതിൻ്റെ വെള്ളം എടുത്തിരിക്കുന്നത് കുക്കറിൻ്റെ പകുതിയോളമാണ് കേട്ടോ വെള്ളം പിടിച്ചിരിക്കുന്നത് കഞ്ഞി വേവാനായിട്ട്. അപ്പോൾ ഇത് നേരെ കുക്കർ അടയ്ക്കുക, നേരെ സ്റ്റൗവിൽ വെക്കുക, ഒരു 6 വിസിലടിപ്പിക്കുക, കഞ്ഞി റെഡി. ഗൈസ്, അങ്ങനെ നമ്മളത് എളുപ്പത്തിൽ കഞ്ഞിയും പപ്പടവും മുട്ട പൊരിച്ചതും പിന്നെ ഇച്ചിരി മീനച്ചാറും റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. മീനച്ചാർ ഞാൻ ഓൾറെഡി നാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ്. കഞ്ഞിയും മുട്ട പൊരിച്ചതും പപ്പടമാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയത് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കഞ്ഞി ഉണ്ടാക്കാനായിട്ട് സാധിക്കും. കുക്കറിലാണെങ്കിൽ ഒരു 10 മിനിറ്റോളം കുക്കറിൽ ഇരുന്നാൽ മതി. ഒരു 6 വിസിലടിച്ചോടുകൂടി കഞ്ഞി റെഡി. പിന്നെ പപ്പടം പൊള്ളിക്കാനുള്ള സമയം നിങ്ങൾക്കറിയാമല്ലോ, കുറച്ച് നേരം മതി മുട്ട പൊരിക്കാനും. ഞാൻ വളരെ സിമ്പിളായിട്ടാണ് ഫുഡ് ഉണ്ടാക്കിയത്, ഒത്തിരി സമയമൊന്നും എടുത്തൊന്നുമില്ല. അപ്പോൾ ഇതെല്ലാവർക്കും തന്നെ നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. പുറത്ത് പോയി ഫുഡ് മേടിച്ച് കഴിച്ച് വയറ് ചീത്തയാക്കേണ്ട കാര്യമില്ല. നമ്മളുണ്ടാക്കുമ്പോൾ അറിയാമല്ലോ എന്താ അതിൻ്റെ ക്വാളിറ്റി എന്നുള്ളത്. മീൻസ് കടയിൽ ഉണ്ടാക്കുന്നേക്കാളും നല്ല ക്വാളിറ്റി നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കും സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക. അപ്പോൾ പിന്നെ പുതിയ വീഡിയോസൊക്കെ ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം പുതിയൊരു വീഡിയോയുമായി അടുത്ത ദിവസം കാണാം. ശരി.